പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിന്നുമുള്ളൊരു കാഴ്ചയാണ് ഇത്. തമിഴ്നാട്ടിൽ നിന്നും തീറ്റ തേടി വള്ളുവനാട് പാടശേഖരനിലേക്ക് എത്തിയ ആട്ടിൻകൂട്ടങ്ങൾ. ചെമ്മരിയാടുകളും ജമിനാപാരിയും കോലാടും ഉൾപ്പെടെയുള്ള വിവിധയിനം ആടുകളും ഇക്കൂട്ടത്തിലുണ്ട്. 2 ആഴ്ചയോളമായി പെരുമുടിയൂരിലെ പാടശേഖരത്തിലാണ് ഇവരുടെ താവളം. വല കെട്ടിയൊരുക്കിയ കൂട്ടിലാണ് 1000-ഓളം വരുന്ന ആട്ടിൻകൂട്ടങ്ങൾ രാത്രി അന്തി ഉറങ്ങുന്നത്. പകൽ വിവിധ പാടശേഖരങ്ങളിൽ തീറ്റ തേടി അലയും. തമിഴ്നാട് സ്വദേശി നാച്ചിമുത്തുവും സംഘവുമാണ് ഈ ആട്ടിൻകൂട്ടങ്ങളുമായി പട്ടാമ്പിയിലും എത്തിയിരിക്കുന്നത്. കാൽനടയായാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയത്. ഇവർക്ക് കാവലാളായി 5 നായ്ക്കളും കൂട്ടിനുണ്ട്. ആടുകളെ താമസിപ്പിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് നാച്ചിമുത്തുവും സംഘവും അന്തി ഉറങ്ങുന്നത്. രാപ്പകൽ ആടുകൾക്കൊപ്പം കഴിയുന്ന ഇവർക്കുമുണ്ട് ആടുജീവിത കഥകൾ പറയാൻ. വണ്ടിയിലും പോട്ടെ കാൽ കയ്യാലും പോയത്. அவ்வளவு தூரம் நடந்து வந்தாச்சு. ஒரு நாளைக்கு 15 கிலோமீட்டர் வரும். ஒரு நாளே 15 கிலோமீட்டர் வந்துடும். இந்த ஆடுகளுக்கு தீറ്റ கிடக்கிறதுக்கு கிடைக்கிற இடமெல்லாம் போகும். இனி அடுத்த இது ஒராഴ്ചக்கு அப்புறம் எங்க போகும்? குளமணம் போனால் 2 மாதம். குளமணம் போனால் 2 மாதத்துக்கு ஒரே இடம். നിങ്ങൾക്ക് ശമ്പളം തന്നെ ഇത് ആടുകളെ വിറ്റ് ലഭിക്കുന്ന തുക തന്നെയാണ് പ്രധാന വരുമാനമെന്ന് ഇവർ പറയുന്നു. ചെമ്മരിയാടുകളുടെ തോൽ എടുക്കുന്നതിന് ഇപ്പോൾ നിയന്ത്രണമുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു. ஓம் வைக்கால பஞ்சாக்கிட்ட இப்போ எடுக்கிறதில்ல. கம்பியெல்லாம் உண்டாக்கிட்டு இப்போ எடுக்கிறதில்ல. இல்லை இது தோலே எடுக்கிறதில்ல. காடு ஒன்று தான் இறச்சி பூராமல் அழியுது. பாலக்காடு தான் அழியுதே பூரா. பாலக்காட்டில் தான் பூராமல் எடுக்கிறாங்க இந்த ஆடு. எங்கள் ஏரியாவில் இதுதான் ஜாஸ்தி எங்களுதெல்லாம் ஆடு நிறைய. கொட்டை குட்டி 6 கிலோ 7 கிலோ வார குட்டியெல்லாம் கொட்டனால விற்கி 6 കിലോ വാറ 6,000 ആഴ്ചകൾ തോറും ഇവർ പാലക്കാടിന്റെ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുകയാണ്. തീറ്റ തേടിയുള്ള ഇവരുടെ യാത്ര നാട്ടുകാർക്ക് കാഴ്ച വിരുന്നൊരുക്കുകയും ചെയ്യുന്നു.